This program is sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC. ഇപ്പോൾ ഈ 2026 എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷകളുടെ വർഷമായി നമുക്ക് കരുതാം. ബിസിനസ് ലോകത്ത് ഈ രംഗത്തേക്ക് ചുവട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നിലവിൽ ഈ ബിസിനസ് തുടർന്നു പോകുന്നവരുണ്ട്. അപ്പോൾ എന്താണ് ഈ 2026 നമുക്ക് ഡയറക്റ്റായിട്ട് ആദ്യം തന്നെ അവരോട് മനസ്സിലായിട്ട് പറയാനുള്ളത്? നമ്മൾ സാധാരണ പറയില്ലേ, നമ്മളൊരു ഫുട്ബോൾ കളിക്കാൻ പോണതിന് മുമ്പ് ഫുട്ബോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കളിക്കണം എന്ന് പറഞ്ഞ പോലെ ബിസിനസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ഏറ്റവും മനോഹരമാണെന്നാണ്. പക്ഷെ ജോലി ചെയ്യുന്ന പോലെയല്ല ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത്. എംപ്ലോയിയുടെ മൈൻഡ് സെറ്റും ഒരു ഓൺട്രപ്രനറുടെ മൈൻഡ് സെറ്റും വളരെ വ്യത്യസ്തമാണ് എന്നാണ്. അതായത് ബിസിനസ് ലോകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും നിലനിൽക്കുന്ന അവസ്ഥയും ഒക്കെ പരിഗണിച്ച് എനിക്കൊരു ഉത്തരം തരാവും. അതായത് ഒരു കമ്പനി തുടങ്ങാൻ ഒരു ക്യാപിറ്റൽ കൊണ്ടുവരണം, ഇതിന്റെ കൂടെ കുറച്ച് ലയബിലിറ്റിയും വരും. ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ അസറ്റ് വാങ്ങുന്നത്. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. നന്നായി ബിസിനസ് പഠിച്ചു ചെയ്യുക എന്നുള്ള കാര്യം, മറ്റത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ആസ്പെക്റ്റ് ആണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലാണ്. ഹായ്, നമസ്കാരം. സുപ്ര പസഫിക് ഫിനാൻസ് സർവീസസ് ലിമിറ്റഡ് മൈഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ് പുതിയൊരു എഡിഷൻ ആരംഭിക്കുകയാണ്. 2026 ബിസിനസ് ലോകത്ത് പ്രതീക്ഷകളുടെ വർഷം. എന്തായാലും പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വലിയ പ്രതീക്ഷയുടെ ചുവട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷം. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കണം ഒരു ബിസിനസ് തുടങ്ങി വെക്കുക, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടി വരും, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ വിശദമായി വിലയിരുത്തുന്നത്. അതിന് പറ്റിയ ഒരു അതിഥി നമ്മോടൊപ്പം മെഗാ ടോക്കിൽ ചേരുകയാണ്. നമുക്ക് ഈ നെയിം ബോർഡ് ശ്രദ്ധിക്കാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്. ശ്രീ മധു ഭാസ്കരൻ. ഒരുപക്ഷെ ഈ ഒരു നെയിം ബോർഡ് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തെ ബിസിനസ് ലോകത്തിൽ ഉള്ളവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കാണും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് കണ്ട് സംസാരിക്കാം. അദ്ദേഹത്തിൻ്റെ വീടാണിത്. ഓക്കെ, അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് വിളിക്കാം. എന്തായാലും കോളിംഗ് ബെൽ അടിച്ച് അദ്ദേഹത്തെ നമുക്ക് പുറത്തേക്ക് വിളിക്കാം. ഹായ് മധു സാർ. ഓക്കെ, ഞാൻ ഫിജി തോമസ്. മൈഫിൻ മെഗാ ടോക്ക് എന്ന നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണിത്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾ മൈഫിൻ TV ഒരു ഫിനാൻസ് ആൻഡ് ബിസിനസ് ന്യൂസ് ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊസാനെ പോലൊരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയൊരു അവസരം വളരെ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രയോജനമാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് വർഷങ്ങളായി ഈ ഒരു രംഗത്ത് പുതിയ ഓൺട്രപ്രനേഴ്സിന് അതുപോലെ നിലവിൽ ഉള്ളവർക്കും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നു. അത്തരത്തിൽ ഒരു ബിസിനസ് ട്രെയിനർ കോച്ച് എന്ന രീതിയിൽ കേരളം മുഴുവൻ, കേരളത്തിലല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മലയാളികൾക്കിടയിൽ എന്ന് വേണം നമുക്ക് പറയാം, അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ചു തുടങ്ങാം അല്ലേ? ഇപ്പോൾ ഈ 2026 എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷകളുടെ വർഷമായി നമുക്ക് കരുതാം. ബിസിനസ് ലോകത്ത് ഈ രംഗത്തേക്ക് ചുവട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നിലവിൽ ഈ ബിസിനസ് തുടർന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ, SMEകളുടെ കാര്യത്തിൽ ഒക്കെ. അപ്പോൾ എന്താണ് ഈ 2026 നമുക്ക് ഡയറക്റ്റായിട്ട് ആദ്യം തന്നെ അവരോട് മനസ്സിലായിട്ട് പറയാനുള്ളത്? എല്ലാ കൊല്ലവും ഒരു പ്രതീക്ഷയാണല്ലോ. ഓരോ കൊല്ലം പുതിയ തുടങ്ങുമ്പോൾ പുതിയ പ്രത്യാശകൾ ഒക്കെ ആയിട്ട് വരിക.
അപ്പോൾ 25-ന് മുമ്പ് നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് 26 ഏറ്റവും നല്ല കൊല്ലമായ ഒരു പ്ലാൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ വരുന്ന മാസങ്ങൾ എന്ന് പറയുന്നത്. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സുകാരനും നന്നായി ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ സാധാരണ പറയില്ലേ, നമ്മളൊരു ഫുട്ബോൾ കളിക്കാൻ പോണതിന് മുമ്പ് ഫുട്ബോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കളിക്കണം എന്ന് പറഞ്ഞ പോലെ ബിസിനസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ഏറ്റവും മനോഹരമാണെന്നാണ്. നമുക്കറിയാമല്ലോ, ഒരാൾ ജോലി ചെയ്താൽ അയാളുടെ ആയുഷ്കാലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അത് പല പല കാര്യങ്ങൾ കൊണ്ടും, സമ്പത്ത് മാത്രമല്ല, നമുക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. നമുക്ക് ആരെങ്കിലും ജോലി തരണം എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാവുന്ന ഒരു മനോഭാവം ഉള്ളവർക്കെല്ലാം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് വളരെ ഭംഗിയായി പഠിച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. നന്നായി ബിസിനസ് പഠിച്ച് ചെയ്യുക എന്നുള്ള കാര്യം, മറ്റത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ആസ്പെക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സാറ് പറഞ്ഞ ആദ്യത്തെ ഒരു ഘടകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബിസിനസ് പഠിക്കുക, അല്ലെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനമാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു, ആ ബിസിനസ് വിജയിപ്പിക്കുകയാണല്ലോ ലക്ഷ്യം. എങ്ങനെയാണ് ഈ ബിസിനസ് പഠിക്കുക എന്നതാണ് ചോദ്യം. നമ്മൾ ഇപ്പോൾ ഒരാൾ എഞ്ചിനീയർ ആവണമെങ്കിൽ 4 കൊല്ലം പോയി കോളേജിൽ പഠിക്കണം. എന്നാൽ ബിസിനസ്സുകാരൻ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യും. ജോലി ചെയ്തിട്ട് ചിലപ്പോൾ ബോസിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ബോസിന്റെ വളർച്ച കണ്ടിട്ടോ ഇയാൾ ഒരു സ്ഥാപനം തുടങ്ങും. പക്ഷെ ജോലി ചെയ്യുന്ന പോലെയല്ല ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു എംപ്ലോയിയുടെ മൈൻഡ് സെറ്റും ഒരു ഓൺട്രപ്രനറുടെ മൈൻഡ് സെറ്റും വളരെ വ്യത്യസ്തമാണ് എന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, ഉദാഹരണം പറയാം, ഒരു സെയിൽസ്മാൻ ആണെന്ന് കരുതിക്കോളൂ, അയാൾക്ക് സെയിൽസ് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഒരു ഓൺട്രപ്രനർക്ക് അങ്ങനെയല്ല, എല്ലാം നോക്കണം. അയാൾ മാർക്കറ്റിംഗ് നോക്കണം, സെയിൽസ് നോക്കണം, ഓപ്പറേഷൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, HR അറിഞ്ഞിരിക്കണം, ഫിനാൻസ് അറിഞ്ഞിരിക്കണം, ഇതിന്റെ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ശത്രുക്കളെയും അറിഞ്ഞിരിക്കണം, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഒരു വിഷനോടുകൂടി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ മനോഹരമാണിത്. ഇതൊരു ഇപ്പം നമ്മൾ സ്ഥിരമായി, ഞാൻ പറഞ്ഞ ഒരു കോളേജ് സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെയല്ല, നമ്മുടെ കോമ്പറ്റീറ്ററിൽ നിന്ന് പഠിക്കാം, നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് പഠിക്കാം, നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പഠിക്കാം. അപ്പം അങ്ങനെ ഒരു പഠനത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് നന്നാക്കി ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ. ഈ നമുക്ക് ഓരോ ബിസിനസ്സിനും ഓരോ രീതി ഉണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന തരം ഒരു ബിസിനസ് ആണെങ്കിൽ കൂടെ മറ്റൊരാളത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ, അവിടുന്ന് ഒരു റെഫറൻസ് കൃത്യമായി നമുക്ക് കിട്ടുമോ? അതോ സ്വന്തമായി അതുപോലെ തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയാലും സ്വന്തമായി അതിനൊരു സ്റ്റഡി ആവശ്യമാണ്? വേണം വേണം വേണം. അത് ഞാൻ ഇങ്ങനെ പറയാം, നമുക്ക് വളരെ ലളിതമായിട്ട്. എല്ലാ മേഖലയിലും മത്സരമുണ്ട് ഇല്ലേ? ഉദാഹരണം, നിങ്ങളെപ്പോലെ വേറെ ചാനലുകൾ ഉണ്ടാകും, എന്നെപ്പോലെ വേറെ ട്രെയിനർമാരുണ്ടാകും. അപ്പോൾ മത്സരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എൻട്രി ബാരിയർ കുറവുള്ള എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം, ബാർ തുടങ്ങാൻ എല്ലാവർക്കും പറ്റില്ല, അത് എൻട്രി ബാരിയർ കൂടുതലാണ്. എന്നാൽ ഒരു ട്രെയിനർ ആവാൻ എല്ലാവർക്കും, ആർക്ക് വേണമെങ്കിലും ട്രെയിനർ ആവാം, ആർക്ക് വേണമെങ്കിലും ചാനൽ തുടങ്ങാം. ഞാൻ പറഞ്ഞ ചെറിയ ചാനലുകൾ കേട്ടോ. ഞാൻ പറഞ്ഞ അപ്പോൾ എൻട്രി ബാരിയർ കുറവുള്ള സ്ഥലത്ത് മത്സരം വളരെ കൂടുതലായിരിക്കും. ഈ മത്സരത്തിനെ അതിജീവിക്കണമെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർക്ക് ഇല്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് വേണം. അങ്ങനെ തന്നെ കോപ്പി അടിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ? അപ്പൊ നമ്മൾ മറ്റൊരാളുടെ റെഫറൻസ് ഒന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. പഠിക്കാം നമുക്ക്, അവർക്കില്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത. ഞാനൊരു ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളുടെ വിവോന്റെ ഒരു പകരം ചോദിച്ചാൽ നിങ്ങൾ റെഡ്മി എന്ന് പറയും, റെഡ്മിക്ക് ഒരു പകരം ചോദിച്ചാൽ നിങ്ങൾ ഹുവായി എന്ന് പറയും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫോണിന്റെ പകരം ചോദിച്ചാൽ നിങ്ങൾ വേറൊരു ഫോൺ പറയും. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഐഫോണിനൊരു പകരം പറയാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറെ നേരം ആലോചിക്കും. അതാണ് ഡിഫറൻസിയേഷൻ. എന്തോ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നു അവരവരുടെ ബിസിനസ്സിൽ എന്നാണ്. ഇതുപോലത്തെ ഒരു വ്യത്യസ്തത എല്ലാ ബിസിനസ്സിലും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്ക് മത്സരത്തിനെ അതിജീവിക്കാൻ കഴിയും എന്നാണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ സാർ, ഇപ്പോൾ 2026 ഇതിലേക്ക് ഈ ബിസിനസ് രംഗത്തേക്കൊക്കെ ചുവടുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് എന്താണ്? പ്രത്യേകിച്ച് അത് കണക്കാക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം, അതായത് ബിസിനസ് ലോകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും നിലനിൽക്കുന്ന അവസ്ഥയും ഒക്കെ പരിഗണിച്ച് എനിക്കൊരു ഉത്തരം തരാമോ? നിങ്ങൾ ഇപ്പോൾ ബിസിനസ് തുടങ്ങുന്നതിനും സാധാരണ ചെറുതായിട്ട് തുടങ്ങിയാൽ മതി. ഒരുപാട് പൈസ അവിടെ ഇവിടെ നിന്ന് കടം മേടിച്ച് അങ്ങനെ ചെയ്യണമെന്നില്ല. സ്റ്റാർട്ട് സ്മോൾ ബട്ട് ഡ്രീം ബിഗ് എന്നാ പറയാം. ഒരു വലിയ സ്ഥാപനത്തിനെ മുന്നിൽ കണ്ടു വേണം തുടങ്ങാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ഉദാഹരണം പറയാം,
നിങ്ങൾക്ക് ടൗൺ ബസ്സിലാണ് പോകേണ്ടതെങ്കിൽ അതിൻ്റെ ഒരുക്കം മതി. പക്ഷേ വിമാനത്തിലാണ് പോകേണ്ടതെങ്കിൽ അതിൻ്റെ ഒരുക്കം നിങ്ങൾ നന്നായി നടത്തണം. അല്ല, വിമാനത്തിൽ പോണതിന് മുമ്പ് എല്ലാം ചെക്ക് ചെയ്യണം. നമ്മുടെ ബാഗിൽ എന്തെങ്കിലും വേറെ ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് പുറത്തേക്കാണ് പോകണമെങ്കിൽ പാസ്പോർട്ട് റെഡിയാക്കണം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഓടിക്കറിയാൽ മതി അല്ലേ. അപ്പോൾ നിങ്ങൾ വിമാനത്തിൽ പോകാനാണ് ഉദ്ദേശമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകൾ നന്നാക്കി ചെയ്യണം. അപ്പോൾ നിങ്ങൾ വലിയൊരു ബിസിനസ്സാണ് ലക്ഷ്യമായി കാണുന്നതെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ തുടങ്ങും. അത് തുടക്കത്തിൽ നടത്തുകയാണെങ്കിൽ ഇടയ്ക്ക് പോയി പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൃത്യമായൊരു ബിസിനസ് പ്ലാൻ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ പ്ലാൻ, അതായത് എപ്പോൾ ഈ കമ്പനി ബ്രേക്ക് ഈവൻ ആകും അങ്ങനെ ഒന്നും അറിയില്ല, വെറുതെ കയറി അങ്ങോട്ട് തുടങ്ങുക എന്നാണ്. അതിന് പകരം എത്ര വിഭവങ്ങൾ വേണം, വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണ്ടി വരും, ഏത് സമയത്തായിരിക്കും ഇത് ബ്രേക്ക് ഈവൻ ആവുക, അതുവരെ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ റിസോഴ്സുകളെ കൊണ്ടുപോകാൻ കഴിയുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടി ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് ബിസിനസ് വളരെ നല്ലതാണ്. അങ്ങനെയൊന്നും അല്ലാതെ ചുമ്മാ ഒരു ആവേശത്തിൽ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല, സ്റ്റക്കായി, എന്ന് ബ്രേക്ക് ഈവൻ ആവുമെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അപ്പൊ അത് ഈ സ്റ്റാർട്ടപ്പ് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതായത് അങ്ങനെ തന്നെ ഇരിക്കും. എൻ്റെ ഇയാള് സാഹചര്യങ്ങളെയും മറ്റേക്ക് കുറ്റം പറഞ്ഞ് നിരാശനായി. അത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ സാർ ഇപ്പോൾ പല തരത്തിലുള്ള ബിസിനസ് പേഴ്സൺസ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നവരാണ്, ഒരു മെൻറ്റർഷിപ്പ് കൊടുക്കുന്നതാണ്. ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സെക്ടറുകൾ ഏതൊക്കെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ സെക്ടർ എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഒരു വാക്ക് തിരുത്തിക്കോട്ടെ, ഏത് ബിസിനസ് മോഡലുകളാണ് നല്ലത് എന്ന് ചോദിക്കാം. അതായത് ഇന്നത്തെ ഇന്നോവേഷൻ പ്രോഡക്റ്റിലോ പ്രോസസ്സിലോ അല്ല, ബിസിനസ് മോഡലിലാണ്. ഞാൻ ബിസിനസ് മോഡൽ എന്താണെന്ന് ലളിതമായി ഒന്ന് വിശദീകരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരാൾക്ക് ഒരു ടാക്സി സർവീസ് ഉണ്ട്, അയാൾക്ക് സ്വന്തമായി 10-25 ടാക്സി ഉണ്ട്. അയാൾക്ക് സ്വന്തമായിട്ട് 25ഓളം ഡ്രൈവർമാരുണ്ട്. നമ്മൾ അയാളെ നല്ല ടാക്സിക്കാരൻ എന്ന് വിളിക്കും. പക്ഷെ കോവിഡ് വന്ന സമയത്ത് അയാളുടെ ടാക്സികൾ അയാൾക്ക് അസറ്റ് അല്ല, അയാൾക്ക് ലയബിലിറ്റിയായി മാറി അല്ലേ. എന്നാൽ ഇതേപോലത്തെ ഒരു വലിയ ടാക്സി കമ്പനിയാണ് യൂബർക്ക് അത് ലയബിലിറ്റി ആയില്ല. കാരണം യൂബറെ അപേക്ഷിച്ച് ആ ടാക്സി യൂബറിന്റെ അസറ്റ് അല്ല. റൈറ്റ്, മനസ്സിലായി. അതായത് യൂബർ അത് ഹയർ ചെയ്തിരിക്കുന്ന ഒരു വാഹനം മാത്രമാണ്, അവരെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ ഇത് ബിസിനസ് മോഡലിലെ ഒരു വ്യത്യാസമാണ്. വേറൊരു ഉദാഹരണം, എയർബിഎൻബി. നമ്മൾ ഹോട്ടൽ പണിയുമ്പോൾ സ്വന്തമായ ബിൽഡിങ്ങുകൾ വേണം. എയർബിഎൻബിക്ക് അതില്ല, നാട്ടുകാരുടെ പ്രോപ്പർട്ടിയാണ്, ഇവരത് പ്ലാറ്റ്ഫോം മോഡലിൽ ചെയ്യുന്നു മാത്രം. അപ്പോൾ ബിസിനസ് മോഡലിലാണ് വ്യത്യാസം. 2026 ഇൻ ഫ്യൂച്ചറിലോ സാധ്യതയുള്ള ബിസിനസ് മോഡൽ എന്ന് ഞാൻ കാണുന്നത് അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലുകളാണ്. അസറ്റ് ലൈറ്റ്, അതായത് ഞാൻ എൻ്റെ എളിയ ബുദ്ധിക്ക് തോന്നുന്നത്, അതായത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഈ ഒരുപാട് മൂലധനം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, എക്യുപ്മെന്റ്സ്, മെഷീനറി ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടുക, അല്ലെങ്കിൽ കുറേ എംപ്ലോയീസിനെ വെക്കുക, അതിനൊന്നും ആവശ്യമില്ല അല്ലേ. സ്വന്തമാക്കി അഭിമാനിക്കുക എന്നതല്ല ഇപ്പോഴത്തെ, ഉപയോഗിച്ച് സംതൃപ്തിപ്പെടുക എന്നതാണ്. അതായത് സ്വന്തമായിട്ടല്ല വാങ്ങുക, ഇതിങ്ങനെ വാങ്ങിച്ചു കൂട്ടിയാൽ എന്താ വെച്ചാൽ അസറ്റ് കൂടിക്കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി കുറയും. ഉദാഹരണം പറയാം, ഒരു 5 കോടി രൂപയുടെ മെഷീൻ നിങ്ങൾ വാങ്ങിച്ചു വെച്ചു, നാളെ ട്രെൻഡ് മാറി, നിങ്ങൾക്ക് ഈ മെഷീൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ടെക്നോളജി എപ്പോഴും അഡ്വാൻസ്ഡ് ആണ്, മാറിക്കൊണ്ടിരിക്കല്ലേ, ഇന്നത്തെ നാളെ മാറും, പിന്നെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ അസറ്റ് ഹെവി ബിസിനസ് മോഡലുകൾ ഫ്ലെക്സിബിലിറ്റി കുറവാണ്. അത് അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റില്ല. പക്ഷെ അസറ്റ് ലൈറ്റ് മോഡലുകളുടെ ഗുണം എന്താ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറാൻ കഴിയും, നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാ ബിസിനസ്സുകളിലും അസറ്റ് ലൈറ്റ് മോഡൽ പോസിബിൾ ആവാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എത്ര പോസിബിലിറ്റി ഉണ്ടോ, വേറൊരു ഉദാഹരണം പറയും. ഞാൻ വലിയൊരു തുണിക്കട തുടങ്ങണമെന്ന് കരുതിക്കോളൂ. ഈ തുണിക്കടയ്ക്ക് ഞാൻ സ്ഥലം കണ്ടെത്തണം, ഞാൻ ബിൽഡിംഗ് കണ്ടെത്തണം, അതിലുള്ള അസറ്റുകൾ ഞാൻ വാങ്ങണം. ഇതുപോലത്തെ ഒരു 10
തുണിക്കടകൾ തുടങ്ങണമെങ്കിൽ ഞാൻ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അതെ അതെ അതെ. പകരം അപ്പം നമ്മളൊരു ബിസിനസ് മോഡലിനെ മാറ്റാണ്. ഇപ്പം KFC എന്ന് പറയുന്ന സ്ഥാപനം എല്ലാം അവരുടെ സ്വന്തം അല്ലല്ലോ, ഫ്രാഞ്ചൈസി മോഡലിലായി കൊടുത്തിരിക്കുകയാണ്. അപ്പം ആ ഫ്രാഞ്ചൈസി തുടങ്ങുന്ന ആളാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാം ഇങ്ങനെ അസറ്റ് മോഡലിൽ നിന്ന് അസറ്റ് ലൈറ്റ് മോഡലിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇന്ന് ലോകം ഭരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ബിസിനസ്സുകളും അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലുകളാണ്. ഏത് സമയത്തും നമുക്കത് ഡിസ്പോസ് ചെയ്യാന്നല്ല, മാറ്റാം, എങ്ങനെ വേണമെങ്കിലും മാറ്റാം, എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആയിരിക്കും, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് സാഹചര്യം ഉദാഹരണം പറയാം. ഈ അസറ്റ് ഒരു ബാധ്യതയാവില്ല, അസറ്റ് ലൈബിലിറ്റി ആവില്ല, അസറ്റ് ലൈബിലിറ്റി ആവില്ല. ഇനി വേറൊരു കാര്യം കൂടി പറയാം, നോൺ പെർഫോമിംഗ് അസറ്റ് ഒരു ലൈബിലിറ്റിയാണ്. തീർച്ചയായും അല്ലേ? ഉദാഹരണം, നിങ്ങൾ 2 കോടി രൂപയുടെ ഒരു മെഷീൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഈ മെഷീൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ അസറ്റ് വാങ്ങിക്കാൻ ഒരു ലൈബിലിറ്റി ഉണ്ടാവില്ലേ? ലോൺ എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പൈസ കൊണ്ടുവന്നുണ്ടാവും, വീട് ആധാരമൊക്കെ പണയത്തിലായിരിക്കും. അപ്പൊ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ, ഇതിൽ നിന്ന് റിട്ടേൺ വരുന്നില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ വളരെ ലളിതമായി ബിസിനസ് ഏതൊരാൾക്കും മനസ്സിലാകുന്ന പോലെ ഒരു ബിസിനസ് പറയാം. നോക്കൂ, ഞാൻ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ കുറച്ച് പൈസ കൊണ്ടുവന്നു. അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. നിങ്ങളൊരു ഫിനാൻസ് ചാനൽ കൂടി ആയതുകൊണ്ട് ഞാൻ ആ ഭാഷയിൽ പറയാം. ഒരു ക്യാപിറ്റൽ കൊണ്ടുവന്നല്ലോ. ഈ ക്യാപിറ്റൽ തികയാതെ വരുമ്പോൾ കുറച്ച് പൈസ നമ്മൾ കടം വാങ്ങും. തീർച്ചയായും അതിനെ ലയബിലിറ്റി എന്ന് പറയും. ശരിയാണോ? അതെ അതെ. അപ്പോൾ ഒരു ക്യാപിറ്റലും ലയബിലിറ്റിയും ഒന്നിച്ചു കൂട്ടി എന്തിനാണ് ഇത് വാങ്ങുന്നത്? കുറച്ച് അസറ്റ് വാങ്ങാൻ. അപ്പോൾ സാറ് പറഞ്ഞത് ക്യാപിറ്റൽ, ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈബിലിറ്റി, അതിനുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ മെഷീനറിയും ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ലൈബിലിറ്റി. അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാമോ? അതായത് ഒരു കമ്പനി തുടങ്ങാൻ ഒരു ക്യാപിറ്റൽ കൊണ്ടുവരണം, ഇതിൻ്റെ കൂടെ കുറച്ച് ലൈബിലിറ്റിയും വരും. ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ അസറ്റ് വാങ്ങുന്നത്. ഉദാഹരണം, ഞാൻ 5 ലക്ഷം രൂപ എൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവന്നു, ഒരു 5 ലക്ഷം രൂപ കടം വാങ്ങിച്ചു, ഈ 10 ലക്ഷം ഉപയോഗിച്ച് ഞാൻ ഒരു മെഷീൻ വാങ്ങിച്ചു, അസറ്റ് ഉണ്ടായി. അങ്ങനെയാണല്ലോ, അതാണ് ബിസിനസ്. ഈ അസറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ റവന്യൂ ഉണ്ടാക്കുന്നത്, അല്ലെ? ആ മെഷീൻ ഉപയോഗിച്ച് ഞാൻ കുറച്ച് പണിയെടുത്ത് അതിൽ നിന്ന് കുറച്ച് കാശ് ഉണ്ടാക്കും. അങ്ങനെയല്ലേ റവന്യൂ ഉണ്ടാക്കുന്നത്? തീർച്ചയായും. ഈ അസറ്റ് ശരിക്കും പണിയെടുത്തില്ലെങ്കിൽ റവന്യൂ ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. ഇനി അടുത്ത കാര്യം, ഈ അസറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലയബിലിറ്റി ഉണ്ടല്ലോ. അതുണ്ട്. അതായത് ഈ 10 ലക്ഷത്തിൽ കടം വാങ്ങിച്ചിട്ടുണ്ട്, എന്റെ പൈസ ഉണ്ട്, എന്റെ പൈസ ലയബിലിറ്റിയാ കമ്പനി അപേക്ഷിച്ച്, കാരണം കമ്പനി തിരിച്ചു കൊടുക്കേണ്ടതാ, അല്ലേ? അപ്പോ ഈ അസറ്റ് മര്യാദയ്ക്ക് പണിയെടുത്തില്ലെങ്കിൽ ലയബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ബിസിനസ്സിൽ പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ഈ അസറ്റ് മാറ്റേണ്ടി വരുമല്ലോ. ചിലപ്പോൾ മാറ്റണം, ടെക്നോളജി അഡ്വാൻസ് ആകും, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. ചിലപ്പോൾ അതിന് പറ്റാവുന്ന ഒരു പൈസ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് പ്രശ്നമാകും. മാർക്കറ്റ് മാറുന്നതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവരണം. അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലുകളാണ്. അതായത് എങ്ങനെയാണ് അസറ്റ് കുറയ്ക്കാൻ കഴിയുക. ഉദാഹരണം, ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറയുന്ന ബിസിനസ് മോഡൽ ഒരു അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലാണ്. കോൺസെപ്റ്റ് എൻ്റെയാണ്, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറെ ആളുകളാണ്. ഇതുപോലെ യൂബർ ഒരു അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലാണ്. അവർക്ക് ലക്ഷക്കണക്കായ കാറുകളുണ്ട്, ഒന്നും അവരുടെ അല്ല, നാട്ടുകാരുടെയാണ്. അവർ ഓടിക്കുന്നു, അതിൻ്റെ എന്താ പറയുക, കുറച്ച് നിശ്ചിത പെർസെൻറ്റേജ് ഡ്രൈവേഴ്സിന് കൊടുക്കുന്നു, ബാക്കി മെയിൻ പെർസെൻറ്റേജ് അവർക്ക് പോകുന്നു. ഓക്കെ, എനിക്ക് ഇപ്പോൾ നമ്മൾ ഈ അസറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ ഗാംഭീര്യത്തോടെ അല്ലെങ്കിൽ ഒരു അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണല്ലോ. ഇതൊരു അസറ്റാണ്, എൻ്റെ അസറ്റാണത് എന്ന് പറയുന്നത്. അസറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് നിർവചനം തന്നെ മാറുകയാണ്. ലോകം ഇപ്പോൾ അതിലാണ്. ഇനി നിങ്ങൾ പുറത്തുനിന്നൊരു ഇൻവെസ്റ്ററെ കൊണ്ടുവന്നാലും, ബോധവും വെളിയും വെള്ളിയാഴ്ച ഉള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ അവൻ നോക്കുന്നത് അസറ്റ് ലൈറ്റ് മോഡലുകളെയാണ് ആയിരിക്കും, അല്ലേ? അവരതിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ എല്ലാ ബിസിനസ്സിലും ഇത് സാധ്യമാവണമെന്നില്ല. ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ ഇത് സാധ്യമാവണമെന്നില്ല, പക്ഷേ ചെയ്യാവുന്നത്ര അത് ചെയ്യുന്നതാണ് ബുദ്ധി. നമുക്ക് ഇപ്പോൾ സാറിൻ്റെ ഒരു മെന്റർഷിപ്പ് ചെയ്യുന്നു, കോച്ചിങ് ചെയ്യുന്നു. അപ്പോൾ ക്യാപിറ്റൽ ലൈറ്റ് എന്ന് പറഞ്ഞു, മീൻസ് വിജയിക്കാവുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സെക്ടർ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ?
ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്രകാരം ലോകത്തിനെ ഭരിക്കുകയാണല്ലോ. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഒരുപാട് എഞ്ചിനീയറിംഗ് പഠിച്ച പിള്ളേരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ചോദിക്കും സാർ എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ സത്യം പറഞ്ഞാൽ നിലവിലുള്ള SMEകൾക്ക് ടെക്നോളജിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഓട്ടോമേഷന്റെ സർവീസുകൾ അത് ചെയ്യാനുള്ള സ്ഥാപനങ്ങൾ ഭയങ്കര സാധ്യതയാണ്. ഒന്നാമത് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികൾക്ക് ടെക്ക് വഴങ്ങുന്ന പോലെ ഞങ്ങളെപ്പോലൊരു ജനറേഷൻക്ക് വഴങ്ങണമെന്നില്ല. നമ്മൾ ഗതികേട് കൊണ്ട് ടെക്ക് പഠിച്ചവരാണ്, പക്ഷെ അവർ ജനിച്ചതേ ടെക്കിലാണ് ജനിച്ചത്. അപ്പൊ അതുകൊണ്ട് ടെക്ക് മായി ബന്ധപ്പെട്ട ടെക്നോളജി എങ്ങനെയെല്ലാം ബിസിനസിനെ എൻഹാൻസ് ചെയ്യും എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഭയങ്കര സ്കോപ്പാണ്. പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ കാലത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുക എന്നതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല, ബിസിനസ്സിൽ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരണം. നിങ്ങളെ ചോദിച്ചതുകൊണ്ട് വളരെ വാലിഡായ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. ഞാൻ ഒരു പ്രശസ്തമായ ഒരു പത്രം, എക്സാമ്പിൾ, ഈ പത്രത്തിൽ നമ്മളൊരു പരസ്യം കൊടുത്തു. ഈ പരസ്യം എത്ര പേര് കണ്ടു എന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാനാണ് പരസ്യം കൊടുത്തതെന്ന് ഇത് ഇന്ന എഡിഷനിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അറിയും, അത്രേ ഉള്ളൂ എന്ന് പറയാം. ഇനിയിപ്പോ 20 ലക്ഷം ആളുകൾ ഈ പത്രം വായിച്ചു. പക്ഷെ എൻ്റെ ടാർഗറ്റിലുള്ള ആളുകൾ 20 ലക്ഷം പേരില്ലല്ലോ. ആ 20 ലക്ഷം പേരിൽ എൻ്റെ ടാർഗറ്റിൽപ്പെട്ട 2-3 ലക്ഷം പേര് ഉണ്ടാവുള്ളൂ. ഈ 3 ലക്ഷം പേര് വായിക്കാൻ ബാക്കി 17 ലക്ഷം പേർക്ക് ഞാൻ എന്തിനു പൈസ കൊടുക്കണം? അത് നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് അത് എത്തിയൊന്നും സംശയമാണ്. അപ്പൊ എന്നാൽ ഡിജിറ്റൽ മീഡിയയിൽ അത് സംഭവിക്കും. ഡിജിറ്റൽ മീഡിയയിൽ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമറെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഉദാഹരണം, നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ആരാ കാണുക? ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർ, ഫിനാൻസുമായി ബന്ധപ്പെട്ടവർ നിങ്ങളുടെ ചാനൽ വരുള്ളൂ. അപ്പൊ കാരണം അത് ടാർഗറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയയിലെ ടാർഗറ്റ് ഗ്രൂപ്പുകളെ നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൃത്യമായ ഡേറ്റ കിട്ടും. എത്ര പേര് ഇത് കണ്ടു, എത്ര മിനിറ്റ് കണ്ടു, ഇതെല്ലാം നമുക്ക് കിട്ടും. വെബ്സൈറ്റ് ആണെങ്കിൽ എത്ര പേര് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു. ഡേറ്റ ഇല്ലാതെ ബിസിനസ് ചെയ്യുന്നവനെ മണ്ടൻ എന്ന് വിളിക്കാം. അതായത് ഡേറ്റ ഇല്ലാതെ ബിസിനസ് ചെയ്യുന്നവൻ മണ്ടൻ. മീൻസ് ഇത് ഡേറ്റ എപ്പോഴും ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണല്ലോ, അല്ലേ? അത് ഡേറ്റ വേണം, ഫോർകാസ്റ്റിംഗും വേണം. അതെ, ഫോർകാസ്റ്റ് ചെയ്തതിനെ നമുക്ക് ഡേറ്റ കൊണ്ടാണല്ലോ അനലൈസ് ചെയ്യുന്നത്. കാരണം ഡേറ്റ ഇല്ലെങ്കിൽ ഡിസിഷൻ തെറ്റായിരിക്കും. ഇപ്പൊ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി ഇവൻ നന്നായി പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കും, സാർ എങ്ങനെയാണ് അത് എന്നോട് പറഞ്ഞത്? അപ്പൊ അതിന് കൃത്യമായൊരു ഡേറ്റ ഉണ്ടെങ്കിൽ, 2 തരം ഡേറ്റയുണ്ട്. ഒന്ന് ഇന്റേണൽ ഡേറ്റ, 2 എക്സ്റ്റേണൽ ഡേറ്റ. ഉദാഹരണം, ഇന്റേണൽ ഡേറ്റ എന്ന് ഉദ്ദേശിച്ചാൽ എൻ്റെ സാമ്പത്തികം എങ്ങനെ പോകണം, കഴിഞ്ഞ കൊല്ലം എത്ര നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായി, എത്ര രൂപ ഞാൻ ഇന്ന കാര്യത്തിന് ചെലവാക്കി, ഇതൊക്കെ ഇന്റേണൽ ഡേറ്റയാണ്. എക്സ്റ്റേണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എൻ്റെ മാർക്കറ്റ് എത്ര വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, മാർക്കറ്റ് സ്റ്റഡിയുടെ ഭാഗമാണ് എല്ലാം. നമ്മുടെ സ്ഥാപനത്തിന് പുറത്തുള്ളതിന് എക്സ്റ്റേണൽ ഡേറ്റ എന്നും സ്ഥാപനത്തിന്റെ അകത്തുള്ളതിന് ഇന്റേണൽ ഡേറ്റ എന്നും പറയും. ഈ 2 ഡേറ്റയും കിട്ടണമെങ്കിൽ നിങ്ങൾ ഡിജിറ്റലിൽ പോയേ പറ്റുള്ളൂ. ഡിജിറ്റൽ ഇല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പേപ്പറിലാണ് കണക്കെഴുതുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡേറ്റ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ ഡിജിറ്റൽ മാറിയേ പറ്റൂ. ഡിജിറ്റൽ മാറുന്നതിന് കാരണം ഡേറ്റ കിട്ടുമെന്നാണ്. ഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തിയേ തീരുമാനം എടുക്കാവൂ. 2 തരം ഡേറ്റയുണ്ട് ഇന്റർനെറ്റ്. ഒന്ന് ഫിനാൻഷ്യൽ ഡേറ്റ, 2 ഓപ്പറേഷണൽ ഡേറ്റ. അത് ഏതൊരു പുതിയ കമ്പനി തുടങ്ങിയാലും ഇത് ചെയ്യണം. ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എത്രയാണ് വരവ്, എത്രയാണ് ചെലവ്. ഇനി ഈ ചെലവുകളെ തന്നെ കൃത്യമായി തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയണം? പീപ്പിൾ കോസ്റ്റ് എത്ര, മാർക്കറ്റിംഗ് കോസ്റ്റ് എത്ര, ഓപ്പറേഷണൽ കോസ്റ്റ് എത്ര. അപ്പം നമുക്കത് അറിഞ്ഞാൽ നമുക്കത് ചവിട്ടാൻ പറ്റും. ഇത് പേഴ്സണൽ ലൈഫിലും ബാധകമാണ്. ഒരാൾക്ക് ഒരു 50,000 രൂപ വരുമാനം കിട്ടി, 15-ാം തീയതി തീർന്നു, പിന്നെ അയാൾ കടം മേടിക്കാൻ തുടങ്ങി. പകരം ഈ 50 രൂപ കിട്ടിയാൽ ഏതെല്ലാം വകുപ്പിൽ ഞാൻ എത്ര രൂപ ചെലവാക്കണം എന്ന് കാൽക്കുലേഷൻ ഉള്ള ഒരാൾക്ക് ജീവിതം സുന്ദരമാണ്. അതായത് ഇത് നമ്മൾ നാട്ടുപുറത്ത് വരെ എല്ലാവരും പറയുന്നതാണ്,
വര പറഞ്ഞേ ചിലവാക്കാവുള്ളൂ. പക്ഷെ ഈ ഡേറ്റയുടെ കാര്യം ഇപ്പൊ സാറ് പറഞ്ഞു, ഈ ഡേറ്റ കൃത്യമായിരിക്കണമല്ലോ. നമ്മൾ വെറുതെ ഒരു ഡേറ്റ ഒപ്പിച്ചെടുക്കുക മാത്രമല്ല, ഡേറ്റ കൃത്യമായിരിക്കണം. അതിന്റെ ഒരു അനാലിസിസ് കൃത്യമായി വരണമെങ്കിൽ ഡേറ്റ കൃത്യമായിരിക്കണം. അപ്പോൾ ഡേറ്റ കളക്ഷൻ അത് ഏത് രീതിയിൽ നടത്തണം? അപ്പോൾ ഇൻറ്റേർണൽ ഡേറ്റ ഞാൻ അതിനകത്ത് പ്രധാനമായിട്ട് കാണുകയാണ്. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റവന്യൂ, നമ്മുടെ മാർക്കറ്റിംഗ് സൈഡ്, ഇതെല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ ഈ ഡേറ്റ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? 2 ഡേറ്റയാണ് ഉള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ ഡേറ്റ, 2 ഓപ്പറേഷണൽ ഡേറ്റ. ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ സാമ്പത്തികമായി നമ്മുടെ കമ്പനി എത്ര പ്രോഫിറ്റിലാണ്, നമ്മുടെ കമ്പനി ഇപ്പോഴത്തെ അതിന്റെ ഗ്രോത്ത് റേറ്റ് എത്ര, ഇങ്ങനെ ഇതാണ് ഈസിലി അവൈലബിൾ ഡേറ്റ. കാരണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ പോയാൽ ഈ സാധനം കിട്ടും. പക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള SME എന്റർപ്രനേഴ്സിനോട് ചോദിക്കൂ, 90% ആളുകളും പറയാൻ പോകുന്നത് അത് ഞങ്ങൾ കൊല്ലത്തിലൊരിക്കൽ നമ്മുടെ ഓഡിറ്റർ വന്നുമ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്ന സാധനമല്ലേ. ഞാൻ പറയുന്നത് ഓഡിറ്ററുടെ ബിസിനസ് അല്ല, നിങ്ങളുടെ ബിസിനസ്സാണ്. എല്ലാ മാസവും ഈ P&L നോക്കണം, ബാലൻസ് ഷീറ്റ് നോക്കണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കണം, എന്നിട്ട് അതിനെ മനസ്സിലാക്കണം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയ തീരുമാനങ്ങൾ എടുക്കാവൂ. ഇതാണ് ഫിനാൻഷ്യൽ ഡേറ്റ. ഓപ്പറേഷണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവനക്കാരുടെ പെർഫോമൻസ്. ഒരാളെ ജോലിക്കെടുത്താൽ പോരാ, അയാളെ പെർഫോം ചെയ്യിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകണം. മെസ്സിയെ വാടകയ്ക്ക് എടുത്തു, പക്ഷെ മെസ്സിയെ കളിപ്പിക്കാനുള്ള ഗ്രൗണ്ടില്ല. എന്താ ചെയ്യാ? എന്നിട്ട് മെസ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് പൈസ കൊടുത്താൽ അവനെ കൊണ്ടുവന്ന ഒന്നും ചെയ്യുന്നില്ല അവൻ. അതെ, എന്നിട്ട് അതിന് സാഹചര്യം ഉള്ളിടത്ത് മെസ്സി വരികയും ചെയ്തു ഇന്ത്യയിൽ. അപ്പൊ മെസ്സിനെ നിങ്ങൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? മെസ്സിനെ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ പെർഫോം ചെയ്യിപ്പിക്കുന്നത്? അത് നിങ്ങളുടെ കഴിവാണ്. അതായത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ നമ്മൾ എടുത്തു വെക്കുന്നു, അവന് പെർഫോമൻസ്, അവനൊരു എവിടെ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം, അല്ലേ? ആ ഒരു സ്പേസ് അനുവദിച്ചു കൊടുക്കണം. ഇതൊക്കെയല്ലേ ഇതിന് വ്യക്തമാകുന്നത്? അല്ലെങ്കിൽ പെർഫോമൻസ് സാഹചര്യം ഉണ്ടാക്കണം, പെർഫോം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. എന്നിട്ട് ആ പെർഫോമൻസിനെ മെഷർ ചെയ്യണം. കൃത്യമായ അളവ് തൂക്കങ്ങൾ വേണം, അളവുകോലുകൾ വേണം. ഒന്നിലും വളർച്ച ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിക്കുകയാണ്, ഈ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ പറയാണ് കൊള്ളാം. എങ്ങനെ നിങ്ങൾ അറിയും? അതിന് പകരം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, മധുഭാസ്കരൻ, ഇന്നത്തെ ഇന്റർവ്യൂവിനെ 1 to 10 സ്കെയിലിൽ പറയാമോ? 10 ഏറ്റവും മികച്ചത്, 1 ഏറ്റവും മോശം എന്ന് നിങ്ങൾ ചോദിച്ചു എന്ന് കരുതിക്കോളൂ. ടാസ്കാണ്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയാമോ ഉത്തരം 7 ആണെന്ന് കരുതിക്കോളൂ. എക്സാമ്പിൾ. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാം എന്നോട്? നിങ്ങൾ എനിക്ക് 7 അല്ലേ തന്നത്, എനിക്ക് 9 ആകണമെങ്കിൽ ഞാൻ എന്താണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാനൊരു നിർദ്ദേശം തരുമല്ലോ. അത് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് അല്ലേ? അങ്ങനെ ഒരു നിർദ്ദേശം തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അപ്പോൾ ഈ അളക്കുന്നവർക്ക് മാത്രമേ വളർച്ചയുള്ളൂ. അളക്കപ്പെടണം, എല്ലാം അളക്കപ്പെടണം. അത് കൃത്യമായി അളക്കപ്പെടണം. അതെ, അളക്കുന്നതിനെയാണ് ഞാൻ ഡേറ്റ എന്ന് പറയുന്നത്. വളർച്ചയാണോ വരൾച്ചയാണോ എന്ന് അളക്കപ്പെടണം. യൂത്തിനുള്ളൊരു അഡ്വൈസ് എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റിയത്? പ്രത്യേകിച്ച് എല്ലാ ഒരു ആസ്പെക്ട്സും കണക്കാക്കിയുള്ളൊരു അഡ്വൈസ്. മൈക്രോസോഫ്റ്റിന്റെ മുതലാളി മൈക്രോസോഫ്റ്റ് തുടങ്ങിയപ്പോൾ ലോകത്തിന്റെ ഏറ്റവും വലിയ പണക്കാരനാകണം എന്നല്ല പറഞ്ഞത്. അതെ, ഈ ലോകത്തിന്റെ ഓരോ വീട്ടിലും ഓരോ മേശപ്പുറത്തും ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകണം എന്നാണ് അയാൾ പറഞ്ഞത്. അവനവന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവൻ മിടുക്കൻ, പക്ഷെ അടുത്തവന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവൻ ബഹുമിടുക്കൻ. കമ്പനി വളരേണ്ടത് ഒരു എന്റർപ്രണറുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഞാൻ എല്ലാ കൊല്ലവും, ഇനിയിപ്പോൾ 2026 ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുടെ ഭാഗമായിട്ട് പറയാം. എല്ലാ കൊല്ലവും ഞാൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ഡിസ്കണക്ട് യുവർ വേൾഡ് എന്ന് പറയും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഫിസിക്കും ചെയ്തു നോക്കാവുന്നതാണ്. എല്ലാ ബന്ധങ്ങളും ഡിസ്കണക്ട് ആകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായൊരു ഇൻസെക്യൂരിറ്റി വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യും. ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച 2 ഫുട്ബോൾ കളിക്കാരുടെ പേര് പറയാമോ നിങ്ങൾക്ക്? ഇപ്പോൾ ഉള്ളത് മെസ്സിയും റൊണാൾഡോയും. അവരെക്കാൾ വലിയ കളിക്കാരില്ല എന്നാണ് നടപ്പ്. അവർക്കും കോച്ചുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് കറക്റ്റാണ്. Fiji Thomas, live in Megatalk.
ഇവിടെ തുടങ്ങുകയാണ്. ഇതൊരു പ്രത്യേക അഭിമുഖം. This program sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC.